ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ താഴെടുത്ത് സരിയു പറയണ്ട്, ഞാൻ സംസാരിച്ച കാര്യം ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ അമ്മക്ക് ഈ മോളെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. അറിയാലോ, നിങ്ങൾ ഒരുപാട് എന്റെ പുറകെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് എന്നെ. ആ എന്നെ നിങ്ങൾക്ക് അങ്ങ് നഷ്ടമാകും, അത്രമാത്രമേ എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് സരിയു അകത്തേക്ക് പോവാണ്. താരക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയണമെന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകളെ തനിക്ക് നഷ്ടപ്പെടോ എന്നൊരു പേടിയും താരക്കുണ്ട് കേട്ടോ. താര എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെയാണെന്നുണ്ടെങ്കിൽ സരിയു ഓഫീസിലേക്ക് പോകുക കേട്ടോ. എന്നിട്ട് ആലോചിക്കുകയാണ്, ഷോ കല്യാണിക്ക് പുറത്തെങ്ങാനും പോവാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ വിവരം അറിയിക്കായിരുന്നു. കല്യാണി പുറത്തേക്കൊന്നും പോകാൻ ഒരു ചാൻസും ഇല്ല. വിക്രത്തിനാണെങ്കിൽ ആകെ 2 ആഴ്ച മാത്രമേ പരോളുള്ളൂ. അതിനുള്ളിൽ അവൻ എന്തിനും ചെയ്യാൻ സാധിക്കോ? എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കല്യാണിനെ കൂട്ടിക്കൊണ്ട് പുറത്തു പോകാൻ വേണ്ടി കിരണിനോടൊന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ സരിയു ആലോചിച്ചിട്ട് വേഗം തന്നെ കിരണിന്റെ ക്യാബിനിലേക്ക് പോവാട്ടോ. കിരൺ, ആ സരിയു വാടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സരിയു അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. കിരണിനോട് ചോദിക്കുന്നുണ്ട്, കല്യാണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കിരണേ? ആ, ഇപ്പൊ ഓക്കെ ആയി വരുന്നു, റെസ്റ്റ് എടുക്കണമല്ലോ. അവള് പതുക്കെ പതുക്കെ പുറത്തൊക്കെ നടക്കാൻ തുടങ്ങിയതാണ്. ആ സമയത്താണ് വിക്രം പരോളിൽ ഇറങ്ങിയത്. അവന്റെ സ്വഭാവത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. കല്യാണിടുത്താണ് അവൻ ഏറ്റവും കൂടുതൽ ദേഷ്യം. അതുകൊണ്ട് ഇപ്പൊ കല്യാണിനെ ഒട്ടും പുറത്തിറക്കാറില്ല. സരിയു പറയണ്ട്, എങ്കിലും അവനെ പേടിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ പുറത്തിറങ്ങാലോ, അതിന്റെ പ്രശ്നമൊന്നുമില്ല. അത് നീ പറഞ്ഞ ശരിയാണ്. കല്യാണിക്കാണെങ്കിൽ വീടിനകത്തിരുന്ന് മതിയായെന്നാ പറഞ്ഞത്. ഇപ്പൊ 2 മാസമായില്ലേ വീടിനകത്ത് തന്നെ ആകെ റെസ്റ്റ് എടുത്തിരിക്കുന്നത്. കല്യാണിന്റെ സ്വഭാവം അറിയാലോ, വെറുതെ ഇരിക്കാറില്ല. വീട്ടിലാണെങ്കിൽ വീട്ടിലെ പണി, ഓഫീസിലാണെങ്കിൽ ഓഫീസിലെ പണി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം അവളുടെ. അറിയാം, രാവിലെ ചെറുതായിട്ടൊക്കെ നടക്കണ കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറയാണ്. ആ, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അല്ല, നീ ഇപ്പൊ വന്നത് എന്താ? ഒന്നുമില്ല, നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. എന്താ കാര്യം? എന്താണെങ്കിലും പറഞ്ഞോ എന്ന് കിരൺ പറയുമ്പോ സരിയു പറയണ്ട, ഞാനിപ്പോ നിന്റെ തണലിലാണല്ലോ ജീവിക്കണത്. ഈ തണലിൽ ഇനി ഒരുപാട് നാൾ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം എന്ന് സരിയു പറയുമ്പോ സരിയു അത് വേറൊരു അർത്ഥത്തിലാണ് കേട്ടോ പറയണത്. പക്ഷെ കിരൺ അത് നോർമലായിട്ട് ടോക്ക് ചെയ്യണ പോലെ എടുത്തിട്ട് കിരൺ പറയുന്നുണ്ട്, എടി എന്റെ ഈ തണല് എപ്പോഴും നിന്നിലുണ്ടാവും. അതിപ്പോ മാറിപ്പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ മാറിപ്പോകേണ്ട സിറ്റുവേഷൻസും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് കിരൺ പറയാണ്. ഇത് കേൾക്കുന്ന സരിയു പറയട്ടെ, എനിക്ക് ഈ വാക്ക് മാത്രം മതിയടാ എന്ന് പറയാണ്. എടി, ഞാൻ പിന്നെ എവിടെ പോകാനായിട്ടടി? നിന്റെ കൂടെ, നിന്റെ മോളുടെ കൂടെ, നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറയാണ്. സരിയു സന്തോഷം കൊണ്ട് ശരിയിടാ എന്ന് അപ്പുറത്തേക്ക് പോവാന്നുണ്ട്. വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാണ്. ശേഷം ഇന്നലെ വിക്രം പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പറഞ്ഞ സമയത്ത് തന്നെ സരിയു എത്തുവാട്ടോ. സരിയുവിനോട് വിക്രം പറയണ്ട്, സരിയു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീയും ഞാനും സംസാരിക്കണതോ കാണുന്നതോ ഒരിക്കലും കിരൺ അറിയാനേ പാടില്ല. അപ്പോ സരിയു പറഞ്ഞു, ഇന്നലെ ഞാൻ നിന്നോട് സംസാരിച്ചത് അമ്മ കേട്ടിരുന്നു, പക്ഷെ നിന്നോടാണ് സംസാരിക്കണമെന്ന് അമ്മക്ക് മനസ്സിലായില്ല. അതാര്? നിന്റെ താരമ്മയാണോ? അതെ, എന്റെ പെറ്റമ്മ താര തന്നെ, അവര് തന്നെ. അവരെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കല്യാണിന്റെ കിരണിന്റെ ഭയങ്കര പ്രിയപ്പെട്ടവരാണല്ലോ അവര്. അത് നീ പറഞ്ഞ ശരിയാടാ. പക്ഷെ അമ്മക്ക് സ്വന്തം മകളായ എന്നെക്കാളും വലുതല്ല മറ്റൊന്നും. കിരണിന് ചെറിയൊരു സംശയം നിന്നിൽ തോന്നിക്കഴിഞ്ഞാൽ അറിയാലോ പിന്നീട് എന്താ സംഭവിക്കാന്നുള്ളത്. പിന്നെ ഒരിക്കലും നിനക്ക് കിരണിന്റെ ജീവിതത്തിലേക്ക് കയറാൻ പറ്റില്ല സരിയോ. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. അവനിൽ ചെറിയ സംശയം പോലും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാണ്. സരിയു പറയുന്നുണ്ട്, എനിക്കറിയാടാ, നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ നീ ഫോൺ വിളിച്ചപ്പോ പോലും ഞാൻ പറഞ്ഞത് ഫോണിൽ അധികം സംസാരിക്കേണ്ടെന്ന്. എന്തായാലും എന്താ പ്ലാന്? ആ കല്യാണി ഇപ്പോഴെങ്ങാനും പുറത്തേക്ക് ഇറങ്ങോ? നീ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? എടാ, കല്യാണി പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, പിന്നെ വീടിന് മുറ്റത്തൊക്കെ ഇറങ്ങുമായിരുന്നു എന്നാ കിരൺ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നീ പരോളിലായേ പിന്നെ അതും ഇറങ്ങൽ നിർത്തിയെന്നാ പറഞ്ഞത്. ഞാൻ കിരണിനോട് പറഞ്ഞു, അങ്ങനെ വിക്രത്തിനെ പേടിച്ച് അകത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ പുറത്തിറങ്ങണ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനത് ഏറെക്കുറെ കേട്ട മട്ടാണ്. അങ്ങനെ ണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് മിക്കവാറും അവൻ അടുത്ത ദിവസത്തിന് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ നിനക്ക് അവളെ എന്താ ചെയ്യാം എന്ന് പറയാണ്. വിക്രം പറയണ്ട്, അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസവും സരിയും കാത്തിരിക്കേണ്ടി വരും. എനിക്ക് വെറും 10 ദിവസം മാത്രമേ പരോളുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ. എടാ, 10 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ കാലയളവ് തന്നെയാണ്. നീ കുറച്ചു ദിവസം അടങ്ങിയിരിക്കെ. അപ്പൊ അതിനുള്ളിൽ നീ അവരെ ഉപദ്രവിക്കാനല്ല വന്നേന്ന് അവരൊന്ന് മനസ്സിലാക്കട്ടെ. അപ്പൊ നിന്റെ ഉപദ്രവമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോളും. ആ സമയത്ത് നിനക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാലോ. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട. നീ 2-3 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്ക്. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് ചെലവിന് വല്ല പൈസ വേണമെങ്കിൽ ഞാൻ തന്നോളാം. കിരണും കല്യാണിയൊക്കെ എനിക്ക് നല്ല സാലറിയാണ് ഇപ്പൊ തരുന്നത്. അതുകൊണ്ട് ഞാൻ നിനക്ക് പൈസയുടെ ആവശ്യമൊക്കെ ആണെങ്കിൽ ഞാൻ തന്നോളാം. അതിന് പൈസയുടെ ആവശ്യമൊന്നും ഇല്ലടി. ജയിലിൽ പണിയെടുക്കുമ്പോ അതിന് നല്ല കൂലി കിട്ടുന്നുണ്ട്. ആ പൈസ എന്റെ അടുത്തുണ്ട്. പിന്നെ ഇപ്പൊ നിക്കണ സ്ഥലത്തും പൈസയുടെ ആവശ്യമൊന്നുമില്ല. എന്നാ നീ എന്തിനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരിയിടാ എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോകാട്ടോ. പിന്നീട് വിക്രവും
ഇപ്പൊ നിൽക്കുന്ന ആ ഒരിടത്തേക്ക് പോകുന്നുണ്ട്. ആ പ്രകാശൻ വിചാരിക്കുകയാണ് വിക്രത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന്റെ ഒന്ന് സ്വഭാവം ഒരിക്കൽ കൂടി മാറ്റാൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് പ്രകാശൻ ആ ഒരു ചിന്തയില് വിക്രത്തിനെ വീണ്ടും കാണാൻ വേണ്ടി ആ ഒരു വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ അവിടെ വിക്രം ഒറ്റക്കാണ്. അപ്പൊ ബെല്ലടിക്കുമ്പോ വിക്രം വിചാരിക്കുകയാണേ, ഇതാരിപ്പൊ ബെല്ലടിക്കണത്, ചിലപ്പോ കൂട്ടുകാരനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിക്രം വാതിൽ തുറക്കുമ്പോഴേക്കും പ്രകാശനാട്ടോ. ഇയാളെന്തിനാ എന്നെ കാണാൻ വന്നത്? എന്തിനാടോ എന്നെ കാണാൻ വന്നത്? എടാ മോനെ, മക്കള്, വിക്രം, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, പിന്നെ താൻ എന്തിനാടോ വന്നത്? തന്റെ പെമ്മക്കളെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കാൻ വേണ്ടി വന്നതാണോ? എടോ, തന്റെ പെമ്മക്കളെ ഞാൻ കൊല്ലോടോ. പിന്നെ തനിക്ക് 3 പെമ്മക്കളുണ്ടല്ലോ, കാർത്തിക, കല്യാണി, കാദംബരി. അതിൽ കാദംബരിനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. തന്റെ രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂത്ത ആളെയാണ് ഞാൻ കൊല്ലാൻ വേണ്ടി പോണത്. അതിൽ കല്യാണിയാണ് എന്റെ ആദ്യ ടാർഗറ്റ് എന്ന് പറയാണ് പ്രകാശം. പറഞ്ഞു, മക്കളെ, നിനക്ക് കല്യാണിന്റെ വില മനസ്സിലാവാത്തതാണ്. കല്യാണി പാവോടാ. നീ ഇപ്പോഴും മാപ്പ് പറഞ്ഞ് അവളുടെ കാലിൽ പിടിച്ച് കരയുവാണെന്നുണ്ടെങ്കിൽ അവളെല്ലാം ശത്രുതയെ മറന്ന് നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. വേണമെങ്കിൽ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോലും അവർക്ക് സാധിക്കും. എടാ, നിനക്ക് ഒരു പ്രശ്നമില്ല, രാജകീയമായിട്ട് തന്നെ നിനക്ക് നിന്റെ പെങ്ങന്മാരുടെ കൂടെ ജീവിക്കാം. നോക്ക്, നിന്റെ ജാതകത്തിലുണ്ട്, നിനക്ക് കേസരി യോഗം ഉണ്ടല്ലോ. ഞങ്ങളത് ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. അത് നിന്റെ പെങ്ങന്മാർ വഴിയാണ് നിനക്ക് കിട്ടാൻ പോണത്. എടാ, കല്യാണിയുടെ കൂടെ നിന്നാൽ തന്നെ നീ രക്ഷപ്പെടോടാ എന്ന് പറയണം. എനിക്ക് അങ്ങനെ രക്ഷപ്പെടണ്ടോ, എനിക്ക് രക്ഷപ്പെടുന്ന ഒരു ആഗ്രഹവും ഇല്ല, ജീവിക്കണമെന്നും ആഗ്രഹമില്ല എന്ന് പറയണത്. തന്റെ പെമ്മക്കളെ പറഞ്ഞിട്ട് താൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. തന്റെ നെഞ്ച് ഒരുപാട് വർഷം പണി മുടക്കിയതല്ലേടോ. തന്റെ നെഞ്ചു കൂടി ഞാൻ ചവിട്ടി മെതയ്ക്കും എന്ന് പറയാണ്. നീ ചവിട്ടി മെതക്കട, അല്ലെങ്കിൽ ഞാൻ മരിക്കാനായിട്ട് നിന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ മരിക്കണം. കാരണം നിന്നെ വളർത്തി വലുതാക്കി വഷളാക്കിയത് ഞാനാണല്ലോ. അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുന്നതാണ് നല്ലത്. നീ എന്നെ കൊന്നോ എന്ന് പ്രകാശൻ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ വിക്രത്തിന്റെ കാലെടുത്ത് പ്രകാശനോട് ഒറ്റ ചവിട്ടുവാട്ടോ. പ്രകാശൻ അപ്പൊ തന്നെ നിലത്തേക്ക് മറിഞ്ഞു വീഴുവാണ്. നിലത്തേക്ക് വീണ പ്രകാശന് പെട്ടെന്ന് ബോധം എന്തോ നഷ്ടപ്പെട്ട പോലെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ആ പ്രകാശന്റെ നെഞ്ചില് വലതുകാലെടുത്ത് വെച്ച് കുത്തുവാണ് വിക്രം. എന്നിട്ട് ആ കാലിങ്ങനെ നരകണുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ അയാള് വന്നിരിക്കുന്നു, അയാളെ പെമ്മക്കൾക്ക് സപ്പോർട്ട് പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാതില് അടച്ചുപൂട്ടി അവിടെ നിന്ന് പോവാണ്. പ്രകാശിന് എന്ത് സംഭവിച്ചെന്ന് പോലും വിക്രം നോക്കുന്നേ ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും പ്രകാശ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്തായാലും വിക്രത്തോണ്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വിക്രം നന്നാവില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? തന്റെ പെമ്മക്കളുടെ ജീവൻ നിലനിർത്താനും തന്റെ പെമ്മക്കൾ സുഖമായിട്ട് ജീവിക്കാനും വിക്രത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയാം. ഇത്രയും ശത്രുക്കൾ, അതായത് ഗംഗപ്രസാദ്, സ്റ്റെഫി, രാഹുൽ, ഇവര് പിന്നെ അവരുടെ ഗുണ്ടകള്, ഇതിനെല്ലാത്തിനെ കിരണും വേലും രതീഷും കൂടിയിട്ടാണ് ഇല്ലാതാക്കിയത്. അപ്പൊ വിക്രം അവരിനി ബുദ്ധിമുട്ടിപ്പിക്കാതെ വിക്രം എന്ന പൊതു ശത്രുവിനെ ഒഴിവാക്കാൻ വേണ്ടി പ്രകാശൻ തന്നെ തീരുമാനിക്കാട്ടോ. അങ്ങനെ വിക്രത്തിന്റെ മരണം പ്രകാശിന്റെ കൈകൾ കൊണ്ടിട്ടാണ്, തന്റെ പെമ്മക്കളെ രക്ഷിക്കാനായിട്ട്. ആ ഒരു ഭാഗമാണ് നമ്മളെയും കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.